നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട ഷംനാദ് അവരെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മെമ്പർ സലീം മല്ലൂസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അൻസർ കുറവന്തഴിക, ബ്ലോക്ക് സെക്രട്ടറി ഷാഫി ബഷീർ, ബ്ലോക്ക് സെക്രട്ടറി MH സനോഫർ, ബ്ലോക്ക് സെക്രട്ടറി ഹാഷർ കയ്യാലക്കർ, എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സംഘടിപ്പിക്കുന്ന മെറിറ്റ് അവാർഡിന്റെ ഭാഗമായാണ് ഇന്ന് ചകിരിക്കട ജംഗ്ഷനിൽ ചകിരിക്കട യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ SSLC +2 വിജയികളെ അനുമോദിക്കുന്നത്. ഏറെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഈ വേദിയെ നാം ഇന്ന് കാണുന്നത്. കാരണം മറ്റൊന്നുമല്ല, 13 വർഷങ്ങൾക്ക് മുമ്പ് KSUവിന്റെ ഇതുപോലുള്ള ഒരു മെറിറ്റ് അവാർഡ് തൊട്ടപ്പുറത്ത് കാണുന്ന സ്ഥലത്ത് വെച്ച് നടത്തുകയും അന്ന് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തിരുന്നത് അന്നത്തെ MLA ആയിരുന്ന അഡ്വക്കേറ്റ് VT ബൽറാം അവർകളാണ്. ആ പരിപാടിയിൽ അവാർഡ് സ്വീകരിച്ച ഒരു കുട്ടി കഴിഞ്ഞ 6 ദിവസത്തിന് മുമ്പ് എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. ആ കുട്ടി ഉപരിപഠനത്തിന്റെ ഭാഗമായി ഹൈദരാബാദിൽ ഒരു എക്സാം എഴുതാൻ പോയതാണ്. അപ്രതീക്ഷിതമായ ഒരു സ്ട്രൈക്ക് മൂലം ആ കുട്ടിയുടെ യാത്ര അടക്കമുള്ള റൂമുകൾ പോലും ലഭിക്കാതെ യൂണിവേഴ്സിറ്റി തലത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ആ കുട്ടി എന്നെ വിളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്ക് സത്യത്തിൽ ആളെ മനസ്സിലായില്ല, എന്നിരുന്നാലും പറഞ്ഞു വന്നപ്പോൾ ഏറെക്കുറെ മനസ്സിലായി. ഈ കാര്യം അന്നത്തെ ഉദ്ഘാടകനായിരുന്ന പ്രിയപ്പെട്ട VT ബൽറാം അവരെ ധരിപ്പിക്കുകയും അദ്ദേഹം ഹൈദരാബാദിലുള്ള തെലങ്കാന PCCയുടെ അധ്യക്ഷനുമായി ബന്ധപ്പെട്ട് ആ കുട്ടിക്ക് ആവശ്യകരമായ താമസവും ഭക്ഷണവും മറ്റു കാര്യങ്ങളും യൂണിവേഴ്സിറ്റി തലത്തിലുള്ള എല്ലാ തടസ്സങ്ങളും നീക്കിക്കൊണ്ട് ആ കുട്ടിയുടെ ഉപരിപഠനത്തിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയുണ്ടായി. തീർച്ചയായും യൂത്ത് കോൺഗ്രസ് സംവിധാനവുമായി നിങ്ങൾ ബന്ധപ്പെടുന്നിടത്തോളം കാലം നിങ്ങളെ യൂണിവേഴ്സിറ്റി തലത്തിലോ മറ്റേതെങ്കിലും തരത്തിലോ ഉള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഞങ്ങളെല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ്. അധികമായി നീട്ടിക്കൊണ്ടുപോയി സമയത്തെ അധികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ യോഗത്തിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി കൊല്ലം DCCയുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ശ്രീ അൻസാർ അസീസ് അവരെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഈ മാതൃകാപരമായ പ്രോത്സാഹനത്തിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ഞാൻ ആദ്യമായി അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ കാലഘട്ടം ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് വളരെയേറെ പുരോഗതി നേടിയിട്ടുള്ള ഒരു സമയമാണ്. ശാസ്ത്ര മേഖലയിലായാലും സാങ്കേതിക മേഖലയിലായാലും വിജയം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ ചരിത്രങ്ങളെ വളച്ചൊടിച്ച് നമ്മുടെ പാഠഭാഗങ്ങളിൽ നിന്ന് ചരിത്ര ഭാഗങ്ങൾ മാറ്റിവെക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇവിടുത്തെ മുൻ തലമുറക്കാർ പഠിച്ച ചരിത്ര പാഠങ്ങൾ ഇന്ന് ചരിത്രരേഖയിൽ നിന്ന് ഇല്ലാതാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും ആശയങ്ങളെയും അവരുടെ സമര ചരിത്രങ്ങളെയും ഒക്കെ പാഠപുസ്തകങ്ങളിൽ നിന്ന് പൂർണ്ണമായി നീക്കപ്പെട്ടിരിക്കുന്നു. ഒരു കാലത്ത് ഇന്ത്യയിൽ ആദ്യമായി അധികാരത്തിൽ വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ്, അതിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിന് അന്ന് ട്രഷറി നിക്ഷേപത്തിൽ ഗവൺമെന്റിന് തുക കുറവായതുകൊണ്ട് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് രാജ്യത്തിന്റെ ട്രഷറിയിലേക്ക് പണം അടച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റെടുത്ത ജവഹർലാൽ നെഹ്റുവിന്റെ ചരിത്രം, അവരെഴുതിയിരിക്കുന്ന എത്രയോ പുസ്തകങ്ങൾ, എത്രയോ പാഠഭാഗങ്ങൾ ഈ ദേശീയ തലത്തിൽ ലോകത്തിന്റെ വിവിധ യൂണിവേഴ്സിറ്റികൾ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ചരിത്രങ്ങളും അവരുടെ പുസ്തകങ്ങളും ഇന്നും ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടപ്പോൾ അതിൻ്റെ എല്ലാം ആ പുസ്തകം ഓരോ ദിവസം വിൽക്കുമ്പോഴും കിട്ടുന്ന പണം ഇന്ത്യ ഗവൺമെന്റിന് കൈമാറി മാതൃക കാണിച്ച ചരിത്ര നേതാക്കന്മാരെ ഇന്ന് ചരിത്രത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റപ്പെട്ടിരിക്കുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ ചരിത്രമായാലും മഹാത്മാഗാന്ധിയുടെ ചരിത്രമായാലും ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ നഷ്ടപ്പെട്ട ഇന്ദിരാഗാന്ധിയുടേതായാലും രാജീവ് ഗാന്ധിയുടെയും ചരിത്രങ്ങളെ വളച്ചൊടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമ്പ്രദായം ഈ രാജ്യത്ത് നിലനിൽക്കുന്നു. നമുക്ക് അതിനെയെല്ലാം മാറ്റപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തെ നേരിട്ടുകൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോയി നിങ്ങൾക്ക് പുതിയ പുതിയ രൂപങ്ങളിൽ എത്തുവാൻ
നിങ്ങൾക്കൊരു പക്ഷേ നാളെ ഈ നാട്ടിൽ നിന്ന് ഉയർന്ന വിദ്യാഭ്യാസം നേടിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ഉന്നതമായ പീഠങ്ങളിൽ എത്തിച്ചേരുവാൻ ഉള്ള ഒരു പ്രോത്സാഹനമായി മാത്രമാണ് നമുക്കിതിപ്പോൾ കാണുവാൻ കഴിയും എന്നുള്ളത് വളരെ മനോഹരമായ ഒരു സംഭവവികാസമാണ്. അത് ഇപ്പോൾ ഒരു ചെറുതായിട്ട് തോന്നും, പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് നാമൊക്കെ നാളെ നല്ല രീതിയിൽ ജോലിയെല്ലാം കരസ്ഥമാക്കി വിവാഹം കഴിഞ്ഞ് മക്കളൊക്കെ ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഇതിന്റെ ഒരു സുഖം മനസ്സിലാക്കുന്നത്. +2 കഴിഞ്ഞ കുട്ടികൾ, SSLC കഴിഞ്ഞ കുട്ടികൾ നാളെ ഇവിടെ നമ്മുടെ നാടിന്റെ പ്രതീകങ്ങളാണ്. നമ്മുടെ നാട് നമുക്കറിയാം, പള്ളിമുക്ക് എന്ന് പറയുന്ന ഈ പ്രദേശം ഇരവിപുരം മണ്ഡലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത മേഖല കൂടിയ ഒരു പ്രദേശമാണ് പള്ളിമുക്കിലുള്ള ഈ ചകിരിക്കട പ്രദേശം. ഇവിടെയുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ ഇന്ന് ഈ 21ാം നൂറ്റാണ്ടിൽ 2025 കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളാണ് നമ്മുടെ കുട്ടികളെ കാത്തിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, വളരെ വിശാലമായി സംസാരിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ലഹരി എന്ന് പറയുന്ന വലിയൊരു വിപത്ത്. സോഷ്യൽ മീഡിയ തുറന്നാൽ, ടെലിവിഷൻ തുറന്നാൽ, പത്രമാധ്യമങ്ങൾ രാവിലെ വരുമ്പോഴുള്ള മുഴുവൻ വാർത്തകളും ഈ ലഹരിയുടെ അടിമപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള നമ്മുടെ കൊച്ചു വിദ്യാർത്ഥികൾ ലഹരിയിൽ അടിമപ്പെട്ടുകൊണ്ട് തന്റെ കുടുംബത്തിലെ തന്നെ 9 മാസം ഗർഭം ചുവന്ന മാതാവിന്റെ കഴുത്തിൽ കത്തിവെക്കുവാൻ പോലും തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നമുക്കിടയിലുണ്ട്. സത്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന പ്രദേശത്ത് അഫ്നാൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി തന്റെ മാതാവിനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് തലയിൽ അടിച്ചു വീഴ്ത്തുന്നു. തന്റെ പിതാവിന്റെ മാതാവിനെ കത്തികൊണ്ട് കഴുത്തിൽ വെട്ടി കൊല്ലുന്നു. താൻ ജീവനോളം സേവിച്ച തന്റെ കാമുകിയെ വിളിച്ചു വരുത്തിയിട്ട് ഒരു കസേരയിൽ ഇരുത്തിയിട്ട് കത്തി കഴുത്തിൽ ഇങ്ങനെ ഇറക്കി കൊല്ലുന്നു. അതിലൊക്കെ പോട്ടെ, താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന തനിക്ക് പിന്നെ വന്ന തന്റെ കൊച്ചനുജൻ, പുഞ്ചിരിയുള്ള ഒരു കൊച്ചനുജനെ, നല്ല രസമുള്ള ഒരു കുഞ്ഞു മകൻ, ആ മകനെ പോലും കൊന്നു തള്ളുന്നത് ഈ ലഹരിയിൽ അടിമപ്പെട്ടുകൊണ്ടാണ്. പാൻ മസാലകളും അതുപോലെ തന്നെ MDM അടക്കമുള്ള നിരവധിയായിട്ടുള്ള ലഹരി വസ്തുക്കൾ നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ഇരവിപുരം ബ്ലോക്ക് പ്രസിഡന്റ് RS ഇരവിപുരം ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് അജ്മൽ പള്ളിമുക്ക് ഇവിടെ എത്തും. കഴിഞ്ഞ 3 മാസക്കാലം മുമ്പ് 12ഓളം പരിപാടികളാണ് നമ്മുടെ ഈ ചകിരിക്കട പ്രദേശത്ത് ഉൾപ്പെടെ ഇരവിപുരം മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള വലിയൊരു സമരവുമായി മുന്നോട്ട് പോവുകയും ലഹരി കച്ചവടക്കാരെ കയ്യാമം ചെയ്യിക്കുവാൻ വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഏകദേശം 95% ലഹരി കച്ചവടം അവർ ഒതുക്കിയിരിക്കുകയാണ്. അർഹരാക്കിയ അവരുടെ രക്ഷകർത്താക്കളെ ഈ അവാർഡ് വാങ്ങുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും ഇവിടെ ഇന്ന് ഇരിക്കുന്നത് വലിയ ഉന്നത മാർക്ക് മേടിച്ച് എല്ലാ വിഷയങ്ങൾക്കും വലിയ രീതിയിൽ മാർക്കുകൾ വാങ്ങി ഈ അവാർഡിന് ഇവിടെ അർഹരായി ഇരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ രക്ഷകർത്താക്കളാണ് എന്നുള്ളൊരു ബോധം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണ്ടുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ രക്ഷകർത്താക്കളോടുള്ള ബഹുമാനക്കുറവ് ഒരുപാടായി നടക്കുന്ന ഈ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഇപ്പോൾ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള കുട്ടികളാകാതിരിക്കുക എന്നുള്ളതാണ്. മറ്റു വിഷയങ്ങളെല്ലാം പറഞ്ഞ് ലഹരിയുടെയും ചരിത്രത്തിൻ്റെയും പാഠപുസ്തകങ്ങളിൽ നിന്നും ചരിത്രത്തിനെ വളച്ചൊടിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ നേതാക്കന്മാർ നിങ്ങളോട് സൂചിപ്പിച്ചു. പക്ഷേ നമ്മൾ എന്നിരുന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ എത്തുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രക്ഷകർത്താക്കളുടെ കടമയാണ്. നമ്മളെ ഡിവിഷനിൽ തന്നെ ഒരുപാട് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ രാത്രി 2:30 മണി 3 മണി വരെയൊക്കെ നമ്മുടെ വാർഡുകളിൽ തന്നെ ഉണ്ടായിരുന്നിട്ടുണ്ട്. പോലീസുകാർ വന്ന് വിളിക്കും, എക്സൈസുകാർ വന്ന് വിളിക്കും. ഞാനും കൂടെ ചെന്നെങ്കിൽ മാത്രമേ അവരുടെ വീടുകളിൽ കയറാൻ പറ്റൂ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ ആ വാർഡുകളിൽ നിന്നും രാത്രി 2 മണിക്ക് ഞാൻ വാർഡിൽ പോയിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഏത് വിധത്തിലാണ് പോകുന്നത്, ആരോടാണ് കൂട്ടുകെട്ടുന്നത് എന്ന് പറഞ്ഞ് കൂട്ടുകെട്ടണ്ട എന്ന് നമുക്ക് പറയാൻ അവകാശമുണ്ടോ? ഇല്ല. നല്ല കൂട്ടുകാരോടെ കൂടിയാൽ നമ്മുടെ കുഞ്ഞുങ്ങളും നല്ലതായി വരും. എന്നതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് നല്ല ഉയർന്ന മാർക്ക് വാങ്ങിച്ച കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. 1 മാർക്കിനോ 2 മാർക്കിനോ കുറഞ്ഞു എന്ന് കരുതി നിങ്ങൾ യാതൊരു കാരണവശാലും വിഷമിക്കരുത്. കാരണം നാളെ ഇത് കണ്ട് പ്രയോജനം ചെയ്ത് വേണം അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിനേക്കാൾ നല്ല മാർക്ക് വാങ്ങിക്കാൻ. അല്ലേ? ഓരോരുത്തരും അങ്ങനല്ലേ? അതുകൊണ്ട് നമ്മളെ കുഞ്ഞുങ്ങൾ നല്ലതുപോലെ പഠിച്ച് നല്ല നിലയിലെത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.